24-ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായിട്ടുള്ള ജില്ലാ സമ്മേളനങ്ങളെല്ലാം പൂർണ്ണമായും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. നല്ല നിലയിലാണ് കേരളത്തിലെ മുഴുവൻ സമ്മേളനങ്ങളും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളത്. സംസ്ഥാന സമ്മേളനം മാർച്ച് മാസം 6, 7, 8, 9 തീയതികളിലായിട്ട് കൊല്ലത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പതാക, കുടിമരം, ദീപശിഖ ഈ 3 മേഖലകളിൽ നിന്നായുള്ള ജാഥകളും 1-ാം തീയതി മുതൽ വ്യത്യസ്ത ദിവസങ്ങളിൽ പര്യടനം നടത്തി കൊല്ലം സമ്മേളന നഗരിയിൽ എത്തിച്ചേരുകയാണ്. സമ്മേളനത്തിന്റെ മുന്നോടിയായി ഫെബ്രുവരി മാസം 17-ാം തീയതി കേരളത്തിലുടനീളം പഴയകാല പാർട്ടി നേതാവായ സഖാവ് NSന്റെ ചരമദിനത്തിന് ഫെബ്രുവരി 17-ന് പതാക ദിനം ആചരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ഘടകങ്ങളിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലാകുകയും സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ദിനം വലിയ വിജയമാക്കുന്നതിനു വേണ്ടി സഖാക്കൾ തയ്യാറെടുത്ത് കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ബഡ്ജറ്റിന്റെ കേരള വിരുദ്ധ സമീപനത്തെ ശക്തിയായിട്ട് എതിർത്തുകൊണ്ടും ജനങ്ങൾക്കിടയിൽ വലിയ പ്രചാരവേല സംഘടിപ്പിക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയുള്ള പ്രചരണ പ്രക്ഷോഭ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് കേരളത്തിലുടനീളം നടന്നുവരികയാണ്. കേരളമെന്ന സംസ്ഥാനത്തെ തന്നെ മായ്ച്ചു കളയാനുള്ള ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റ് എന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി നിരന്തരം വാർത്തകൾ ചമക്കുന്ന പ്രധാനപ്പെട്ട വാർത്താ ചാനൽ സംവിധാനങ്ങൾക്ക് പോലും വലിയ രീതിയിൽ പ്രതിഷേധിക്കേണ്ടി വന്ന ഒന്നായിരുന്നു കേരള വിരുദ്ധമായ കേന്ദ്ര ബഡ്ജറ്റ്. കേന്ദ്ര ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് 25 ലക്ഷം കോടി രൂപയോളം സംസ്ഥാനങ്ങൾക്കായി നീക്കിവെക്കുകയുണ്ടായിട്ടുണ്ട്. അതിൽ കേരളത്തിന്റെ വിഹിതമായി 40,000 കോടിയിൽ താഴെയാണ് നമുക്ക് ലഭിക്കുന്ന സ്ഥിതിയുള്ളത്. വയനാട് ദുരിതാശ്വാസത്തിനായി 2,000 കോടിയായിരുന്നു നമ്മുടെ പാക്കേജ് ആവശ്യപ്പെട്ടത്. കേരളത്തിലുടനീളം പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഉൾപ്പെടെ വന്യജീവി ശല്യം വളരെ ഗുരുതരമായ രീതിയിൽ ഓരോ ദിവസവും എന്ന നിലയിൽ ഉത്കണ്ഠപ്പെടുത്തുന്ന കാട്ടാനകളുടെയും വന്യജീവികളുടെയും ആക്രമണം കൂടി വരികയാണ്. ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഉത്തരവാദി സംസ്ഥാന ഗവൺമെന്റാണെന്ന നിലയിലാണ് കേരളത്തിലെ പ്രതിപക്ഷവും കേരളത്തിലെ മിക്കവാറും മാധ്യമങ്ങളും അവതരിപ്പിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ വനസംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യം, വന്യജീവി സംരക്ഷണത്തിന്റെ പേരിൽ ഒരു കാര്യവും ഇടപെടാൻ സാധിക്കാത്ത നിലയാണ് സംസ്ഥാന ഗവൺമെന്റിനുള്ളത്. കേന്ദ്ര ഗവൺമെന്റാണ് യഥാർത്ഥത്തിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി. 1000 കോടി രൂപയുടെ ഒരു പാക്കേജ് വന്യജീവി ശല്യം പരിഹരിക്കുന്നതിനു വേണ്ടി
കേരള ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ട് വയനാട് ദുരന്തത്തെ സംബന്ധിച്ചുള്ള പരാമർശം പോലും ഇല്ല എന്നതുപോലെ തന്നെ വന്യജീവി ശല്യം പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു നിലപാടും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കുന്നതിനു വേണ്ടി ഉണ്ടാവേണ്ടുന്ന നിലപാട് 1972 കേന്ദ്ര നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കാര്യവും ആലോചിക്കാനാവില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ ഡോക്ടർ ശിവദാസന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യം, ഒന്ന് നെൽകൃഷി, അതുപോലെ തന്നെ തെങ്ങ് കൃഷി. ഇതിന്റെ ഭാഗമായിട്ട് സമർപ്പിക്കപ്പെട്ട പദ്ധതികൾക്ക് ഒരു അംഗീകാരവും നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ ഭാഗമായി തയ്യാറായിട്ടില്ല. റബ്ബർ ഇറക്കുമതി ഒരു നിയന്ത്രണത്തിനും വിധേയമാവാൻ തയ്യാറില്ലാത്ത രീതിയിൽ വൻകിടക്കാർക്ക് വേണ്ടിയിട്ടുള്ള സമീപനം തുടരുകയാണ്. ആ മേഖലയിലുള്ള കർഷകരെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പാക്കേജുമായിട്ട് ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളിൽ ഒന്നും തന്നെ നൽകുന്നതിനു വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തയ്യാറില്ല. റെയിൽവേ മുമ്പെല്ലാം വേറെ തന്നെ ഒരു ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടായിരുന്നു റെയിൽവേ ബഡ്ജറ്റ്. ഇപ്പോൾ റെയിൽവേ ബഡ്ജറ്റെല്ലാം ബഡ്ജറ്റിന്റെ ഭാഗമാക്കിയതോടുകൂടി പ്രത്യേകമായ ചർച്ച പോലും റെയിൽവേ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നില്ല. പുതിയ പദ്ധതികളൊന്നും സംസ്ഥാനത്തിന് നൽകുന്നില്ല എന്ന് മാത്രമല്ല, റെയിൽവേ സോണിനെ പറ്റി കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഒരു സ്വപ്നമായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. ഒരു തരത്തിലുള്ള കേന്ദ്ര ഇടപെടലും നമുക്ക് അനുകൂലമായിട്ടില്ല. റെയിൽവേ വിഹിതത്തിൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കുറവ് തുക ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം. എന്നാൽ ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള സംസ്ഥാനം കേരളമാണ്. 2013 തറക്കല്ലിട്ട പാലക്കാട് കോച്ച് ഫാക്ടറി ആരംഭിച്ചില്ല. കേന്ദ്ര ഗവൺമെന്റ് തന്നെ തറക്കല്ലിട്ടതാണ്. ശബരിപാതക്ക് അനുമതിയില്ല. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി 3% നിർത്തുമ്പോൾ കേന്ദ്രത്തിൻ്റേത് 4.4% ഉയർത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് 3% അധികരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കേരളത്തിലെ ഗവൺമെന്റ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആവശ്യപ്പെട്ട ഒരു കാര്യവും നൽകില്ല എന്ന ഉറച്ച ഒരു സമീപനം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് റെയിൽവേ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടും പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ കഴിയും. കേന്ദ്ര മന്ത്രിമാർ തന്നെ പറയുന്നത് കേരളം നമ്പർ 1 ആണെന്ന് പറയേണ്ട സ്ഥിതി വരുന്നത് നമുക്ക് ആനുകൂല്യം കിട്ടുന്നതിന് തടസ്സമാണ് എന്നാണ്. മന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള വാദങ്ങളാണ്. അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കേരളത്തെ പാപ്പരീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നിലപാടാണ് അവർ RSSും BJPയും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ഇപ്പോൾ കേരളത്തിന്റെ ചെലവിന്റെ ഏതാണ്ട് 65% സംസ്ഥാനം തന്നെ കണ്ടെത്തേണ്ട അവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന പണത്തിന്റെ 30% മാത്രമേ കേരളത്തിന് തിരിച്ചു ലഭിക്കുന്നുള്ളൂ. കേന്ദ്ര പദ്ധതികളെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇല്ലായ്മ ചെയ്യുന്ന നിലയാണ്. HAL കാസർഗോഡ് ഒന്നും തന്നെ ഇപ്പോഴും കേൾക്കുന്നില്ല. ബെല്ലിന്റെ ഭാഗമായിട്ടാണ്. കോസ്റ്റ് ഗാർഡ് പരിശീലന കേന്ദ്രം കണ്ണൂർ അതുമില്ല. യുദ്ധക്കപ്പൽ രൂപകൽപ്പന ചെയ്യുന്ന കേന്ദ്രം അതില്ല. ITI പാലക്കാട് അതുമില്ല. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ സ്വകാര്യവൽക്കരണം കേരളം അത് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ടും അനുവദിക്കാതെ നില തുടരുകയാണ്. ഇപ്പോൾ കേരളത്തിൽ ധനപ്രതിസന്ധി ഉണ്ടാവുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം കേന്ദ്രത്തിന്റെ തെറ്റായ നയങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നികുതി വിഹിതത്തിലുണ്ടായ കുറവ്.
2 കടം വാങ്ങാനുള്ള അവകാശം വെട്ടിച്ചുരുക്കൽ. മാത്രമല്ല കിഫ്ബി ഉൾപ്പെടെയുള്ള സ്വതന്ത്രമായ രീതിയിൽ വാങ്ങുന്ന കടം ഗവൺമെന്റിന്റെ കടമായിട്ട് കണക്കാക്കുക എന്നുള്ളതാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളും നമുക്ക് യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുന്നില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതിയാവട്ടെ നമ്മുടെ സംസ്ഥാനത്തിന് അതിന്റെ സ്ഥിതിഗതികളെ പരിശോധിച്ചുകൊണ്ടുള്ള രീതിയിലല്ല താൻ. കേന്ദ്ര ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള ഹൈസ്കൂളുകളിലെ ഇന്റർനെറ്റ് എത്രയോ മുമ്പ് ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞതാണ്. അതാണിപ്പോൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇന്റർനെറ്റ് നൽകും എന്ന് പറയുന്നത്. പകരം മറ്റു പദ്ധതികൾ കേരളത്തിന് ലഭിക്കുന്നുമില്ല. കേരളത്തിന്റെ സവിശേഷ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി 2400 കോടി രൂപയുടെ സഹായം ആവശ്യപ്പെട്ടിരുന്നു. അതിൽ വന്യജീവി സംഘർഷത്തിന്റെ പ്രശ്നമുണ്ട്, വയനാട് ദുരന്തത്തിന്റെ പ്രശ്നമുണ്ട്, വിഴിഞ്ഞം പദ്ധതിക്ക് ആവശ്യമായ സഹായത്തിന്റെ കാര്യമുണ്ട്, തോട്ടവിളകൾ എന്നിവയുടെ പ്രശ്നങ്ങളെല്ലാം ഉന്നയിച്ചിട്ടുണ്ടായി. പക്ഷേ ഒരു പൈസയും അതിനുവേണ്ടി നീക്കിവെക്കാൻ അവർ തയ്യാറായില്ല. ബീഹാറിന് വേണ്ടി അടുത്ത തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയമായ നിലപാട് സ്വീകരിച്ച് പണം വാരിക്കോരി കൊടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. എയിംസ് നിഷേധിച്ചതിന് ഒരു ന്യായീകരണവും പറയാൻ സാധിക്കുന്നില്ല. കാരണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിലാഷമാണ് എയിംസ് എന്നുള്ളത്. അതനുവദിക്കാൻ തയ്യാറാവാതിരിക്കുന്നതിന് ന്യായീകരണമായിട്ടൊന്നും പറയാൻ സാധിക്കുന്നതല്ല. പ്രാഥമിക ആരോഗ്യ മേഖലയിൽ 1ാം സ്ഥാനത്താണ് കേരളം ഉള്ളത്. സ്വാഭാവികമായും ഉന്നതമായ രീതിയിലുള്ള ഒരു 2ാം തരം 3ാം മേഖലയിലാണ് യഥാർത്ഥത്തിൽ ഈ എയിംസ് ഒക്കെ വരുന്നത്. അപ്പോൾ അതിന് അനുവാദം നൽകുന്ന നില സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ ഇന്നും മുൻഗണന നൽകേണ്ടത് പ്രാഥമിക ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ്. എന്നാൽ അത്തരം മേഖലയിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് മുൻഗണന നൽകാതെ തന്നെ എയിംസ് നൽകുന്ന അവസ്ഥയാണ് ഉള്ളത്. ചിലൊരു വിരോധാഭാസം പോലെയാണ്. അവിടെ അവർക്ക് ആവശ്യമുള്ളതല്ല നൽകുന്നത്, ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് നൽകുന്നില്ല. ഇതാണ് ചിത്രം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി നടപ്പിലാക്കുന്ന പ്രത്യേക ഘടക പദ്ധതികളിൽ നിന്ന് കേന്ദ്രം പൂർണ്ണമായിട്ട് പിൻവാങ്ങുകയാണ്. 16.8% വരുന്ന പട്ടികജാതി വിഭാഗത്തിന്റെ ബജറ്റ് വിഹിതം 0.25%, പട്ടികവർഗത്തിന്റെ ബജറ്റ് വിഹിതം 0.32%, ചുരുങ്ങുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഊന്നൽ എന്ന് അംബേദ്കറിനെ പറ്റി പറയുമ്പോഴുണ്ടാവുന്ന അമർഷമുണ്ടല്ലോ, അതൊക്കെ ഈ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളോടും അവരുടെ ജീവിതത്തോടും തന്നെ ഒരുതരം വെല്ലുവിളി ഉയർത്തുന്നത് പോലെയുള്ള ബഡ്ജറ്റ് രൂപമാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. പോസ്റ്റ് മെട്രിക്കൽ സ്കോളർഷിപ്പിൽ 100 കോടി രൂപയുടെ കുറവാണ് വരുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഫെലോഷിപ്പിന് വേണ്ടി മാറ്റിവെച്ച തുക 230 കോടി പൂർണ്ണമായി ഉപേക്ഷിക്കുന്ന നിലയും ഉണ്ടായിട്ടുണ്ട്. പട്ടികജാതി വിഭാഗങ്ങളുടെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് മുൻ വർഷത്തെ 6353 കോടിയിൽ നിന്ന് ഇപ്പോൾ 5900 കോടിയായി കുറക്കുന്ന നിലയും ഉണ്ടായിട്ടുണ്ട്. വളം സബ്സിഡിയിൽ 3400 കോടി രൂപ കുറച്ചു. വളം ഇൻഷുറൻസിൽ 3600 കോടി രൂപയും കുറച്ചിരിക്കുകയാണ്. പാചകവാത സബ്സിഡി 2000 കോടി രൂപ കുറച്ചിരിക്കുകയാണ്. വൈജ്ഞാനിക സമൂഹം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വികസിപ്പിച്ചുകൊണ്ട് മാത്രമേ കേരളത്തിന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കൂ. കേരളത്തിന്റെ മതനിരപേക്ഷ സമൂഹം നിലനിർത്തുന്നത് നമ്മുടെ മതനിരപേക്ഷ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ സുപ്രധാനമായ പങ്കോടുകൂടിയാണ്. എന്നാൽ അത്തരം സാധ്യതകളെയെല്ലാം തകർക്കുന്നതിലുള്ള കേന്ദ്ര നയമാണ് UGC സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വരുത്തിയിരിക്കുന്നത്.
ഇപ്പോൾ UGC നിയമങ്ങൾ സംബന്ധിച്ച് പുറത്തു വന്ന കരട് ഇന്ത്യയുടെയും പ്രത്യേകിച്ച് കേരളത്തിന്റെയും മതനിരപേക്ഷ ഉള്ളടക്ക വിദ്യാഭ്യാസ സംവിധാനത്തെ തകിടം മറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. രാജ്യത്ത് ഇപ്പോഴും 56 കേന്ദ്ര സർവകലാശാലകളും 481 സംസ്ഥാന സർവകലാശാലകളുമാണുള്ളത്. ഇവിടെ നിയന്ത്രണങ്ങളെല്ലാം കൃത്യമായി RSSന്റെ കാവ്യവൽക്കരണ പ്രക്രിയയുടെ ഭാഗമാക്കി മാറ്റാനാണ് ശ്രമം. BJPക്ക് ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ ഉപയോഗിച്ച് വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. അതിന് അംഗീകാരം നൽകുന്നതാണ് UGC പുറത്തിറക്കിയ പുതിയ കരട് നിർദ്ദേശങ്ങൾ. VCമാരെ നിയമിക്കുന്നത് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും അവർക്ക് തന്നെ നിശ്ചയിക്കാൻ സാധിക്കുന്ന, അവർ തീരുമാനിക്കുന്ന, RSSകാർ തീരുമാനിക്കുന്ന ആളുകൾക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയും. അധ്യാപക പരിശീലനം വേണ്ട എന്നാണ് VCമാരുടെ നിയമനം സംബന്ധിച്ച് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കുന്നയാളെ VCയായി കൊണ്ടുവരാനും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സർവാധികാരിയായി ഗവർണറെ നിയമിക്കുന്ന രീതി തുടരാനുമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപക നിയമനം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളിലും സംഘപരിവാർ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഈ സമീപനത്തിനെതിരായി UGC പുറത്തിറക്കിയ പുതിയ കരട് നയത്തിനെതിരായി ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികൾ ഏറ്റവും ശക്തിയായ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും അവർക്ക് താൽപ്പര്യമുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ നൽകുക, കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ആനുകൂല്യം നൽകാതിരിക്കുക, തികഞ്ഞ രാഷ്ട്രീയ ധാരണയോടുകൂടി രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ടുള്ള സാമ്പത്തിക നിലപാട് ബഡ്ജറ്റിൽ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ സാമ്പത്തിക നയത്തിന്റെ പ്രതിഫലനമായ ബഡ്ജറ്റ് കേരള വിരുദ്ധമായ, കേരളത്തെ മായ്ച്ചു കളയാനുള്ള സമീപനവുമായിട്ട് രംഗത്ത് വരികയാണ്. ഇതിനെതിരായി കേരളം ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അത് സംബന്ധിച്ചുള്ള കാര്യം. പ്രധാനമായ മറ്റൊരു പ്രശ്നം, പകുതി വിലക്ക് വാഹനം നൽകുമെന്ന് പ്രഖ്യാപിച്ച് BJP കോൺഗ്രസ് സംവിധാനത്തെ പൂർണ്ണമായിട്ടും അതിന്റെ താഴെത്തലം വരെ ഉപയോഗിച്ച് വലിയ തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത്. ഈ പദ്ധതി തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചില ആളുകളൊക്കെ ഇതിന്റെ പരിപാടികളിൽ പങ്കെടുക്കാനും ഉദ്ഘാടനം ചെയ്യാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ചെയ്യുന്ന നിലയാണ് ഉണ്ടായത്. വലിയ കൊള്ളയാണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത്. കോടിക്കണക്കിന് രൂപയുടെ കൊള്ള. സാധാരണക്കാരായ നിരവധി ആളുകളാണ് ഇതിന്റെ ഭാഗവാക്കായി പകുതി വിലക്ക് സ്കൂട്ടർ കിട്ടുന്നു, പകുതി വിലക്ക് ലാപ്ടോപ്പ് കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ പ്രലോഭനം പോലെ അതിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുള്ളത്. വലിയ രീതിയിൽ, കടുത്ത രീതിയിലുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണം ആണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇതിൽ കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, ഉന്നതരായിട്ടുള്ള ഈ നേതാക്കളൊക്കെ ഇതിന്റെ ഭാഗവാക്കായിട്ട് നിൽക്കുന്ന സ്ഥിതി ഉണ്ടായിട്ട് ലീഗിന്റെ നേതാവ് ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഞാൻ തന്നെ ബാക്കി പൈസ കൊടുത്ത് തീർത്ത് കളയാം എന്നതാണ്. തട്ടിപ്പ് നടത്തുക, എന്നിട്ട് പിടിക്കപ്പെടുമ്പോൾ വേറെ എന്തെങ്കിലും പറയുന്ന നിലയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, കോട്ടയം നഴ്സിംഗ് കോളേജിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലുണ്ടായ റാഗിങ് അതിഭീകരവും മനുഷ്യത്വരഹിതവുമാണ് എന്ന കാര്യം തർക്കമില്ലാത്തതാണ്. അത് പൊതുവായ ഒരു മനസ്സോടെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുക, ഗവൺമെന്റ് ശക്തിയായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുക എന്നതിന് പകരം പൊതുവായ വികാരം രൂപപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കേണ്ടുന്ന രാഷ്ട്രീയ നേതൃത്വം, അതുപോലെ മാധ്യമങ്ങൾ SFIയെ എങ്ങനെയാണ് കടന്നാക്രമിക്കാനാകുക എന്ന അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. SFIക്ക് യൂണിറ്റുള്ള ഒരു സംഘടനാ സംവിധാനമുള്ളതല്ല നഴ്സിംഗ് കോളേജ്. നഴ്സിംഗ് കോളേജിൽ പ്രത്യേകിച്ച് അവരുടെ തന്നെ ഒരു സ്റ്റുഡൻസ് യൂണിയനാണ് വർക്ക് ചെയ്യുന്നത്. അത് SFI ആയിട്ട് യാതൊരു ബന്ധമുള്ളതല്ല. അതിന്റെ തന്നെ സംസ്ഥാന നേതാവാണ് ഈ കേസിൽ തന്നെ പ്രതിയായിട്ടുള്ളത്. എന്നിട്ട് SFIയുടെ പോഷക സംഘടന എന്ന് പറഞ്ഞുകൊണ്ട് കള്ളപ്രചാരവേല, എന്തും പറയാൻ മടിയില്ലാതെ VD സതീശൻ എന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നമുക്ക് തന്നെ രാജ്യത്തെ തന്നെ വലിയ രീതിയിലുള്ള പ്രയാസം സൃഷ്ടിക്കുന്നതാണ്. ഇമാതിരിയുള്ള നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത് എത്ര അധാർമികമായ നിലപാടാണ്, എത്ര ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ്
അദ്ദേഹം SFI ആണ് ഇതിന്റെ പിന്നിൽ എന്ന് വ്യാഖ്യാനിക്കുകയാണ്, വിശദീകരിക്കുകയാണ്. ഒരടിസ്ഥാനവുമില്ലാതെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ് ഇവർ എടുത്തിട്ടുള്ള നിലപാട്. ഈ സംഘടനാപരമായിട്ടുള്ള എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ വ്യക്തമാകുന്ന SFIക്ക് സംഘടനയില്ലാത്ത അല്ലെങ്കിൽ വേറെ തന്നെ ഒരു പ്രത്യേക സംഘടന അവിടെ പ്രവർത്തിക്കുന്ന ആ സംഘടനയുടെ തന്നെ സംസ്ഥാന നേതാവ് SFIയുടെ പേരും പറഞ്ഞിട്ട് ഇപ്പോൾ ചില മാധ്യമങ്ങളും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വവും UDFും എല്ലാം ശക്തിയായിട്ട് SFIക്കെതിരെ വരികയാണ്. അത് SFIയുടെ കരുത്താണ് കാണിക്കുന്നത് എന്നുള്ളത് ശരിയാണ്. എന്ത് വരുമ്പോഴും SFIക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് കേരളത്തിലുള്ള. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഈ രീതിയിൽ ശക്തിയായിട്ട് എതിർപ്പ് നേരിടേണ്ടി വരുന്നു എന്നുള്ളത് അതിന്റെ കരുത്ത് തന്നെയാണ്. പക്ഷെ ആ കരുത്ത് എത്ര തെറ്റായ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി കാണുമ്പോഴാണ് അതിന്റെ അർത്ഥം മനസ്സിലാകുക. മുമ്പ് ഇതേപോലെ തന്നെയായിരുന്നു. എന്ത് പ്രശ്നം വരുമ്പോഴും SFIക്കെതിരായിട്ടാണ് വ്യാപകമായ പ്രചാരവേല. പൂക്കോട് വെറ്റിനറി കോളേജിൽ ഒരു കുട്ടി മരിക്കുന്നത് ഉൾപ്പെടെയുള്ള സംഭവം ഉണ്ടായപ്പോൾ നമ്മുടെ ചില ദിക്സാക്ഷികളെ ഉപയോഗപ്പെടുത്തിയിട്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല, ദൃക്സാക്ഷികളുടെ പേരും പറഞ്ഞിട്ട് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ പറഞ്ഞിട്ട് ശുചിമുറിയുടെ അടുത്ത് 2 മനുഷ്യന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അടിച്ച് കെട്ടിത്തൂക്കിയതാണ്, കൊന്നതാണ് എന്നുള്ള പ്രചാരവേല നടത്തിയവരാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ നല്ലൊരു വിഭാഗം. ആളുകൾ എന്തും കാണുമെന്ന് വിചാരിച്ചിട്ട് എന്തും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നില. അന്നേ പറഞ്ഞാണ് അത് യഥാർത്ഥത്തിൽ ആത്മഹത്യ ചെയ്തതാണ്. പക്ഷേ SFIക്കാർ കെട്ടിത്തൂക്കിയെന്നാണ് വ്യാപകമായ പ്രചാരവേല. ഏതായാലും CBI അന്വേഷണം വന്നു. CBI അന്വേഷണം വന്നപ്പോൾ CBIക്കാർ പരിശോധിച്ചു, SFIയുടെ പരാമർശമില്ല. യഥാർത്ഥ ഈ മാധ്യമങ്ങളെല്ലാം മാപ്പ് പറയേണ്ടതാണ് SFIയോട്. അന്നേ SFI ആണെന്നുള്ള പരാമർശമില്ല എന്ന് മാത്രമല്ല, കുട്ടി ആത്മഹത്യ ചെയ്തതാണ് എന്ന് കൃത്യമായിട്ട് പറയുകയും ചെയ്തു CBI അന്വേഷണത്തിൽ. എന്നിട്ട് യാതൊരു ഭാവഭേദവും ഇല്ലാണ്ട് പണ്ടത്തെ പോലെ തന്നെ പറഞ്ഞു നടക്കുകയാണ് ഇപ്പോഴും ഓരോ മാധ്യമങ്ങളും. അതുപോലെ തന്നെ ഈ പറയുന്ന ആളുകളൊക്കെ ഇതിന്റെ വേറൊരു പതിപ്പ് തന്നെയാണ് നമുക്കെല്ലാം അറിയുന്ന വാളയാർ അമ്മ. കുറെ നടന്നല്ലോ, നിങ്ങൾ തന്നെ വാളയാർ അമ്മയെയും കൊണ്ട് നടത്തിയത് മാധ്യമങ്ങൾ. പിന്നെ ആര്? നിങ്ങളെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളല്ല, ഒരാളല്ല. നിങ്ങളെല്ലാം കൂടി ചേർന്നിട്ടാണ് അമ്മേനെയും കൊണ്ട് നടന്നത്. അമ്മേനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി മത്സരിക്കുന്ന നിയോജകമണ്ഡലം ധർമ്മടത്ത് കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കി. എന്നിട്ട് MP രാജേഷ് മത്സരിക്കുന്ന നിയോജകമണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം കുപ്പായത്തിന്റെ രക്തക്കറ പരണ്ട രീതിയിൽ പ്രചരണം നടത്തി, വ്യാപകമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തി. എന്നിട്ട് ഇപ്പോൾ CBI അന്വേഷണത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇത് വേറെ ആരുടെ പേരുമല്ല പറഞ്ഞത്, അമ്മയുടെയും രക്ഷിതാക്കളുടെയും പേരാണ് പറഞ്ഞത്. ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്ന നിലപാട് സ്വീകരിച്ചതിന്റെ ഫലമായിട്ടുണ്ടായ ആത്മഹത്യയാണ് എന്ന് ഇപ്പൊ പറഞ്ഞു. നിങ്ങൾക്ക് യാതൊരു മുണ്ടാട്ടമില്ല. നമ്മുടെ മാധ്യമങ്ങൾ ഇത്രയെല്ലാം കാര്യങ്ങൾ ഊതി വീർപ്പിച്ച് വിശദീകരിച്ച് ദൃക്സാക്ഷികളെ പോലെ തന്നെ കൃത്യമായിട്ട് ശുചിമുറിയിൽ 2 ആളുകൾ പോകുന്ന സാക്ഷ്യം ഉണ്ടായിരുന്നു എന്നൊരു പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു എന്ന് ഉൾപ്പെടെ പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തല്ലോ. ആ റിപ്പോർട്ട് കൊടുത്തവർക്ക് എന്നാൽ സാമാന്യ മര്യാദ വേണ്ടേ? സാമാന്യ യുക്തിബോധത്തെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ പറയാൻ തയ്യാറാവണ്ടേ? CBI നിങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അന്നും ഇന്നും CBI അന്വേഷണത്തിന് ഞങ്ങൾ അനുകൂലിക്കുന്നൊന്നുമല്ല. പക്ഷേ CBI കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നു, ഈ 2 കാര്യത്തിലും പറഞ്ഞു വെച്ചിരിക്കുന്നു. എന്നിട്ട് രാഷ്ട്രീയമായ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവിടെ കൊണ്ടുപോയിട്ട് മത്സരിച്ചു. സഖാവ് പിണറായി വിജയനെതിരായിട്ട് മത്സരിച്ചു. അന്ന് കൊടുത്ത പേരങ്ങനെയാണ്, വാളയാർ അമ്മ. ഫണ്ട് പിരിച്ചു. ആ ഫണ്ട് പിരിച്ചതിന്റെ കുഴപ്പം പ്രശ്നം ഇപ്പം തീർന്നില്ല. ആക്ഷൻ കമ്മിറ്റിക്കാർ ഇപ്പോൾ പറഞ്ഞത് ഗവൺമെന്റിന് CPM-നും ഗവൺമെന്റിനെതിരായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയതാണെന്ന് ഇപ്പം അവസാനം പറയുന്ന വരെയുണ്ടായി. അപ്പൊ ഇതൊക്കെ വളരെ ഗൗരവതരമായ മാധ്യമ മേഖലയിലെ കള്ള പ്രചാരവേല തുറന്നു കാട്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടാണ് ഞാൻ ഈ 2 കാര്യവും ഇപ്പോൾ മൂന്നാമത്തെ ഇപ്പൊ ഏറ്റവും അവസാനം വന്നിട്ടുള്ള ഈ നഴ്സിംഗ് കോളേജിലെ ഗവൺമെന്റ് കോളേജിലെ സ്ഥിതിയും കൂടി പറയുന്നത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് 592 കോടി രൂപ കടം അനുവദിച്ചിരിക്കുക. വളരെ വിചിത്രമായ കാര്യമാണ്. എല്ലാവർക്കും സഹായധനം കൊടുക്കുക, നമുക്ക് 2000 കോടി വേണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടും ആ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഒരു നയാ പൈസ തരാതിരിക്കുക. എന്നിട്ട് ഏറ്റവും അവസാനം പറയുകയാണ് 592 കോടി രൂപ കേരളത്തിന് കടം തരാം എന്നുവരെ തിരിച്ചടക്കണം. അതിന്റെയും വിചിത്രമായ സംഭവം അതെല്ലാ പത്രവും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഈ 592 കോടി രൂപ വരുന്ന മാർച്ച് മാസമാകുമ്പോഴേക്ക് തീർക്കണം. 1.5 മാസം കൊണ്ട് 45 ദിവസം കൊണ്ട് ഈ 592 കോടി രൂപയും ചെലവാക്കണം.
അവിടെയാണെങ്കിൽ പുനരധിവാസത്തിന് വേണ്ടിയുള്ള കെട്ടിട നിർമ്മാണം, അതുപോലെ റോഡ് നിർമ്മാണം, പാല നിർമ്മാണം, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. ഇതിനൊന്നും പണം ഉപയോഗിക്കാൻ സാധിക്കില്ല, 1.5 മാസം കൊണ്ട് സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇതെല്ലാം ആളുകളെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി നടത്തുന്ന ബോധപൂർവമായ പ്രചാരവേലയാണ്. 592 കോടി ഞങ്ങൾ കൊടുത്തു കടം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോഴിങ്ങനെയുള്ളൊരു പ്രചാരവേല നടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കേരളവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ശശി തരൂരിന്റെ ലേഖനം. അത് വളരെ ശ്രദ്ധേയമായ രീതിയിൽ ഇന്ന് ചില പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, ചില പത്രങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, കേരളത്തിന്റെ വ്യാവസായിക വളർച്ചയിൽ വളരെ ആവേശകരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഉള്ള വസ്തുതകളെ തുറന്നു കാണിക്കുന്നതിന് അദ്ദേഹത്തിന്റെ ലേഖനത്തിന് സാധിച്ചിട്ടുണ്ട്. 2.9 ലക്ഷം MSME സ്ഥാപിച്ചു എന്ന് അദ്ദേഹം കണക്ക് സഹിതം വിശദീകരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്ഥാനം 29ൽ 28ാം സ്ഥാനമായിരുന്നു നമുക്കുണ്ടായിരുന്നത് ഇന്ത്യയിൽ. അത് മാറി 1ാം സ്ഥാനത്തെത്താൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം വളരെ സ്വസിദ്ധമായി പറഞ്ഞ വേറൊരു കാര്യം, ദൈവത്തിന്റെ സ്വന്തം നാട് അതാണ് കേരളമെന്ന് കൊട്ടിഘോഷിക്കുന്നത്. എന്നാൽ ബിസിനസ് കാര്യങ്ങളിൽ ചെകുത്താന്റെ കളിസ്ഥലമാണ് കേരളമെന്ന് ഞാൻ സാധാരണ പറയാറുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൽ വലിയ മാറ്റം വന്നതിൽ ആഘോഷിക്കേണ്ട കാര്യമാണ് എന്നാണ് ശശി തരൂർ ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. സ്റ്റാർട്ടപ്പ് മിഷന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആഗോള വളർച്ച 46% ഉണ്ടായത്. ലോകത്താകെ സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗമായിരുന്ന സ്റ്റാർട്ടപ്പ് മേഖലയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നത് പോലെ പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റാർട്ടപ്പുകൾ. അതിൽ കേരളം നേടിയിട്ടുള്ളത് 254% വളർച്ചയാണ്. അഖിലേന്ത്യ ലോകാടിസ്ഥാനത്തിൽ 46% വളർച്ച നേടുമ്പോൾ ഇന്ത്യയിലെ കേരളം 254% വളർച്ച നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആഗോള തലത്തിൽ നിന്ന് 5 ഇരട്ടി വളർച്ച നേടാൻ കേരളത്തിനായി എന്ന് കൃത്യമായി ശശി തരൂർ പറഞ്ഞു നോക്കുക. അപ്പോൾ ശശി തരൂരിന്റെ ഈ പ്രസ്താവന ഒന്നും നടക്കുന്നില്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെയും മഴവിൽ സഖ്യത്തിന്റെയും എല്ലാ ധാരണകളെയും പൂർണ്ണമായിട്ട് മാറ്റി ഒരു പുതിയ കേരളത്തിന്റെ വളർച്ചയെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സജീവമായ ഒരു ശ്രമമാണ് ശശി തരൂരിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അത് വസ്തുതാപരമാണ്. ആ വസ്തുതാപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറായിട്ടുള്ള ശശി തരൂരിനെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. കാരണം UDF ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചരണത്തിന്റെ കൃത്യമായ ബദൽ അതാണ്. ഞങ്ങളാരെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഒരു പ്രചരണമായിട്ട് മാത്രമേ മനസ്സിലാക്കുന്ന സ്ഥിതിയുള്ളൂ. ഇതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മണിപ്പൂരിൽ ഇപ്പോഴേറ്റവും അവസാനം 2 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ ബീരേൻ സിംഗിന് രാജിവെക്കേണ്ടി വന്നു മുഖ്യമന്ത്രിക്ക്. പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ BJPക്ക് ആഭ്യന്തര സംഘർഷം കൊണ്ട് സാധിച്ചില്ല. ജനങ്ങളുടെ മേലെ ഇപ്പോൾ പ്രസിഡന്റ് ഭരണം അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ഉത്തരവാദി യഥാർത്ഥത്തിൽ BJPയാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂരിനെ സഹായിക്കാനുള്ള ഒരു നിലപാടും BJP സ്വീകരിച്ചിട്ടില്ല. പ്രധാനമന്ത്രി ഒട്ടും സ്വീകരിച്ചിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ അടിയന്തരമായിട്ടും തെരഞ്ഞെടുപ്പ് നടത്തി ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് മണിപ്പൂരിനെ തിരിച്ചുകൊണ്ടുവരാനും അവിടെ ഈ കലാപം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ നടത്താനും സാധിക്കേണ്ടതുണ്ട്. BJPയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഘർഷാത്മകമായ സാഹചര്യം സൃഷ്ടിക്കാൻ നേതൃത്വം കൊടുത്തത്. ഇപ്പോഴീ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നതിന്റെയും പിന്നിൽ BJP തന്നെയാണ് എന്ന് കാണാൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ട്രംപിന്റെ അമേരിക്കൻ സന്ദർശനം. ട്രംപ് അമേരിക്കയിൽ പോയിട്ട് ട്രംപിന്റെ അടുത്ത് പോയത് ട്രംപിന്റെ അടുത്ത് പോയതാണ് നരേന്ദ്രമോദിയുടെ ട്രംപ് കൂടിക്കാഴ്ച. അപ്പൊ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ പറഞ്ഞാൽ, നമ്മളെന്തോ വലിയ കാര്യം നടക്കാൻ പോവാണ്, ഒന്നുമില്ലെങ്കിൽ വിമാനങ്ങളിൽ കയ്യും കാലും കെട്ടിക്കൊണ്ടുവരുന്ന ഇന്ത്യൻ പൗരനെ ആ രീതിയിൽ കൊണ്ടുവരണ്ട. ഇപ്പോ ഏറ്റവും അവസാനം പഞ്ചാബ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല, അമൃത്സറിൽ എന്തിനാണ് കൊണ്ടുവരുന്നത്, പഞ്ചാബിൽ എന്തിനാണ് കൊണ്ടുവരുന്നത്, എന്തടിസ്ഥാനത്തിലാണ് പഞ്ചാബിൽ ഇറക്കുന്നത്, ഞങ്ങൾ അവമാനിക്കലാണ് എന്ന് അവർ പറയുന്ന സംസ്ഥാനം പറയുന്ന സ്ഥിതി ഉണ്ടായി. പക്ഷേ ഒരക്ഷരം ട്രംപിനോട് പറയാൻ
മോഡി തയ്യാറായില്ല എന്നുള്ളതാണ് അവസ്ഥ. അപമാനകരമായി ഈ കാര്യം സഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ കുടിയേറ്റക്കാരുടെ തെറ്റായ സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റിന് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഗവൺമെന്റിന് ഇമാതിരി നിലപാട് സ്വീകരിക്കേണ്ടി വന്നത് എന്ന് പരോക്ഷമായി സമ്മതിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ വ്യാവസായികവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ചില യുദ്ധ ഉപകരണങ്ങൾ വാങ്ങാനുള്ള കരാറാണ് ഉണ്ടാക്കിയത്. മാത്രമല്ല ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെടാൻ തയ്യാറാണ്. എല്ലാ കാലത്തും അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ സമീപനം. ഇവിടെയെല്ലാം യുദ്ധത്തിന്റെ പശ്ചാത്തലം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് സാമ്രാജ്യത്വ നിലപാട്. ട്രംപിന്റെ നിലപാട് അതാണ്. അപ്പോൾ നമ്മളിവിടെ വാങ്ങിക്കൂട്ടാൻ തീരുമാനിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ യുദ്ധോപകരണങ്ങൾ തന്നെയാണ്. ഇതെല്ലാം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടലിൽ ഇന്ത്യൻ സഹായമായിട്ട് വേണം കാണാൻ. ഇന്ത്യക്ക് ഇതിന്റെ ഭാഗമായിട്ട് യാതൊരു നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. തീരുവയുടെ പ്രശ്നം സംബന്ധിച്ചിടത്തോളം ഒരു അക്ഷരം ഉണ്ടാൻ കൂട്ടാക്കിയില്ല. അവിടെ നരേന്ദ്രമോദി എത്തുന്നതിന് മുമ്പ് തന്നെ ശക്തിയായിട്ട് പറഞ്ഞു, ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ള തീരുവ വർധനവ് കുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഇന്ത്യയെപ്പറ്റി ഉദ്ദേശിച്ചാണ്. അതെന്നാൽ കുറക്കോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി ചർച്ചയും ചെയ്തിട്ടില്ല. ഒരു അക്ഷരം പറയാൻ തയ്യാറായിട്ടില്ല. ഒരു രാജ്യത്തിന്റെ ഉത്തമ താൽപര്യത്തെ ബലികഴിച്ചുകൊണ്ട് ദാസ്യവേല ചെയ്യുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ദയനീയമായ കാഴ്ചയാണ് ട്രംപിന്റെ മുമ്പിൽ നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ ചിത്രം. ഇതാണ് വളരെ ഗൗരവപൂർണമായ മറ്റൊരു സാഹചര്യം. ആരെ അല്ല, വസ്തുതാപരമായിട്ട് പറയുന്നത് അംഗീകരിക്കാൻ സാധിക്കാതെ കുറെ ആളുകളാണല്ലോ UDFന്റെ ഭാഗമായിട്ടുള്ളത്. അവർ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ആ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ഇതുപോലെ കൃത്യമായ ഒരു മറുപടി ഞങ്ങൾ ആര് പറഞ്ഞാലും സത്യം പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല. കാരണം ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് പറയുന്നു എന്നാണ് കാണുക. എന്നാൽ വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് ചെകുത്താന്റെ കളിസ്ഥലമാണ് കേരളം ബിസിനസ് മേഖലയിൽ എന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. അത് തെറ്റാണെന്ന് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. അത് ആഘോഷിക്കേണ്ടതാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വളരെ നല്ല രീതിയിലുള്ള ഒരു വിശകലനമാണ്. അദ്ദേഹത്തിന് ആ രീതിയിൽ എഴുതാൻ കഴിയുന്നുള്ളത് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കുന്ന എല്ലാവർക്കും അറിയാലോ. ഇന്ത്യയെപ്പറ്റി ഉൾപ്പെടെ അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. ശശി തരൂർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലും. അത് വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും അദ്ദേഹത്തിന്റെ ഗഹനമായ രീതിയിൽ എഴുതാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും ശേഷിയും. അത് ഇതുപോലുള്ള ഒരു മാസികയിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയപ്പോൾ അതിന് വലിയ രീതിയിലുള്ള മാനം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാനാകും. അത് UDFനകത്ത് സ്വാഭാവികമായിട്ടും പ്രശ്നം ഉണ്ടാക്കും. കഴിയില്ല. അല്ല, 592 കോടി റുപ്യ എങ്ങനെയാണ് ഇപ്പോഴീ 1.5 മാസം കൊണ്ട് ചെലവഴിക്കുക എന്നുള്ളത് ഗൗരവം ആലോചിക്കേണ്ടി വരും. വേറെ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇല്ലെങ്കിൽ അവരോട് ഗവൺമെന്റിനോട് വീണ്ടും പറയേണ്ടി വരും. ഒരുമിച്ച് സമരം ചെയ്യുന്ന ഞങ്ങൾക്ക് എന്ത് തടസ്സം എന്താണ്ടത്? അവരല്ലേ ഞങ്ങൾ ഒന്നിച്ച് സമരം ഇല്ലാന്ന് പറഞ്ഞത്. ഒന്നിച്ച് സമരങ്ങളിലേക്ക്, പ്രക്ഷോഭങ്ങളിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. ഞാനിത് പറഞ്ഞത് കേരളത്തിന്റെ വികാരമാണ്. അതിൽ UDF LDF ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും കാര്യം നോക്കേണ്ടിയില്ല. കേരളത്തിന്റെ പൊതുവികാരം ഇതുപോലെ കേരളത്തെ മായ്ച്ചു കളഞ്ഞ ഒരു ബഡ്ജറ്റ് സംവിധാനം, ഒരു സാമ്പത്തിക നിലപാട് ഇതിനു മുമ്പ് ഒരിക്കലും എടുത്തിട്ടില്ല. അപ്പോൾ അതിനെതിരായിട്ട് വരാൻ സാധ്യതയുള്ള മുഴുവൻ വിഭാഗങ്ങളെയും ചേർത്ത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നു. ഞങ്ങൾക്ക് പൂർണ്ണമായ സമ്മതം മാത്രമേ ഉള്ളൂ. ആരുമായിട്ടും ചേർന്ന് മുമ്പോട്ടേക്ക് UDF ഉൾപ്പെടെയുള്ള ആരുമായിട്ടും ചേർന്ന് മുമ്പോട്ടേക്ക് പോകാൻ തയ്യാറാണ്. UDFന് മാത്രമാക്കേണ്ടിയില്ലല്ലോ, എല്ലാവരുമായിട്ട്. അതായത് ഞാൻ പറഞ്ഞത് കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായിട്ടുള്ള ഒരു പോരാട്ടമാണ് വേണ്ടത്. കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് വേണ്ടത്. കേരളത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം സംഘടിപ്പിക്കണം. അതിലപ്പോൾ ഇന്ന പാർട്ടി നോക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും ചേർന്ന് പോകാൻ പറ്റും. അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് നിലനിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. എന്തു ചെയ്താലും കേരളത്തിലുള്ള ആളുകൾ സഹിക്കും എന്നൊരവസ്ഥ വരുന്നത് ശരിയായൊരു സന്ദേശമല്ലല്ലോ നൽകുക. ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മലയാളികൾക്ക് ഉൾപ്പെടുത്തി. കാരണം ഇതൊക്കെ ഒരു വ്യാമോഹപരം ജനിപ്പിക്കുന്ന പദ്ധതിയെ അവതരിപ്പിക്കുന്നത്. പണ്ട് മാഞ്ചിയം പോലെ
പകുതി വിലക്ക് സ്കൂട്ടർ കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പാവപ്പെട്ട ആളുകൾ ഉൾപ്പെടെ പകുതിക്ക് ഒരു സ്കൂട്ടർ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എങ്ങനെയെങ്കിലും കടം വാങ്ങിയിട്ടോ എങ്ങനെയൊക്കെ ആയിട്ട് പണം കൊടുക്കുകയല്ലേ. അതിലിപ്പോൾ കുടുംബശ്രീയെ മാത്രം നോക്കിയിരുന്ന കാര്യം എല്ലാ ആളുകളെയും ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അതിന്റെ ഇടനിലക്കാരായിട്ട് നിർത്തിയിട്ട് പണം ശേഖരിച്ചിട്ട് നേരെ അക്കൗണ്ടിലേക്ക് അയപ്പിച്ചിട്ടുണ്ട്. ഇത് 1, 2, 10, 100 ഒന്നുമില്ല, ആയിരക്കണക്കിനാണ്. ഇതൊരു വലിയ തട്ടിപ്പാണ്. ആ തട്ടിപ്പിനെ കണ്ടെത്താനായി എന്നുള്ളതാണ് ഒരു ആശ്വാസം. അത് ശക്തിയായ രീതിയിൽ നിലപാട് സ്വീകരിക്കാൻ വേണം, ഒരു സംശയവും ഉണ്ടാവാൻ പാടില്ല. ആരായാലും ഞാൻ വലിയ പറയുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. അത് ഇന്ന ആളുകൾ നോക്കേണ്ട കാര്യമില്ല. ഇനി പത്രക്കാരായ തിരക്കുകളില്ല, രാഷ്ട്രീയക്കാരായ തിരക്കുകളില്ല, ആരായും തിരക്കുകളില്ല. ആരാണോ ഇതിന്റെ ഭാഗമായിട്ട് നിന്നത് അവരെല്ലാം ആ രീതിയിൽ നിലപാട് സ്വീകരിക്കുന്നതിനാണ് ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണ. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. അതിനേക്കാളൊക്കെ വ്യാപകമായിട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് കേസ് ഇനിയും മുമ്പോട്ടേക്ക് പോകും. അപ്പോൾ ഒരുപാട് ആൾ പ്രതികളാവും. എങ്ങനെ? ആ, അതെ, അതൊക്കെ വിശ്വാസത രൂപപ്പെടുത്താൻ വേണ്ടി ആദ്യം ചേർന്നവർക്കെല്ലാം കുറെ സ്കൂട്ടറൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ മാത്രമല്ലേ പുതിയ ആൾ ചേരുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ചൂണ്ടായിട്ട് മത്സ്യം പിടിക്കുന്നില്ലേ, അതുപോലെയാണ്. ചൂണ്ടലിൽ ഒരു ഇര ചേർത്ത് എന്നിട്ട് മത്സ്യത്തിനെ പിടിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇര ആദ്യം പോകണം. ആ ഇര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ആ, അല്ല സെമിനാറിലൊക്കെ പണ്ടും എല്ലാവരും ചേർക്കാറുണ്ട്, ക്ഷണിക്കാറുണ്ട്, വരാറുണ്ട്. അതിന് ഈ ലേഖനത്തിന്റെ ഭാഗമായിട്ട് പ്രത്യേക പ്രകാരം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതൊരു വസ്തുത ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അല്ല, ശശി തരൂരിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും സെമിനാറിന്റെ ഭാഗമായിട്ട് ക്ഷണിക്കുന്നതിലൊന്നും യാതൊരു പ്രശ്നമില്ല. ഞങ്ങളിപ്പോൾ മുമ്പേ തീരുമാനിച്ചു പോയല്ലോ. ശശി തരൂർ ഉൾപ്പെടെ പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് മാത്രമല്ല, പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യും. അതിൽ സ്പോർട്സ്, ആർട്സ്, എല്ലാ മേഖലയും സർവതല സ്പർശിയായ മേഖലയുടെ അനുബന്ധ പരിപാടികളാണ് ഇപ്പോൾ കൊല്ലത്ത് വിവിധ മേഖലയിലും ഏരിയയിലും ലോക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് മേഖല. MLA എല്ലാവരും ഉണ്ടാവും. ഏത്? കൊല്ല MLA ഉൾപ്പെടെയുള്ള എല്ലാവരും ഉണ്ട്. സിനിമ തിരക്കാതൊന്നും എനിക്കറിയില്ല. എല്ലാവരും ഞങ്ങൾ ആരെയും ഉപേക്ഷിക്കേണ്ടത് കാര്യമുള്ളത്. നിങ്ങൾ ചോദിക്കുന്നതിനുള്ള ചോദ്യത്തിൻ്റെ എല്ലാം വേര് കുന്നാൻ കൊടുത്തതെന്ന് എനിക്കറിയാം. അതിലും ഞങ്ങൾക്ക് യാതൊരു വിധിയില്ല. കേസിന്റെ വിധി വരുന്നത് വരെ അദ്ദേഹം കുറ്റവാളിയല്ല, കുറ്റാരോപിതനാണ്. കുറ്റാരോപിതനായ ഒരാളെ മാറ്റി നിർത്തണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുമില്ല. അപ്പോൾ കുറ്റം തെളിയിക്കപ്പെട്ട രീതിയിൽ വരുമ്പോൾ നമുക്ക് അന്നേരം ആലോചിക്കാം. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യമാണ് അതിപ്പോൾ ആവർത്തിക്കുന്നത്. ഇല്ലില്ല, ഞങ്ങളുടെ പിന്തുണ ഒരു വിഭാഗത്തിനുമല്ല, NCPക്കാണ്. ഞങ്ങളെന്തിനാണ് ഒരു വിഭാഗത്തിന്റെ ഭാഗമായിട്ട് മാറേണ്ട കാര്യം? NCPയുടെ ഒപ്പം തന്നെയാണ് പാർട്ടികൾ. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷികൾ എന്ന രീതിയിൽ ഒരു പാർട്ടിയായിട്ട് പ്രവർത്തിക്കുക. ആ പാർട്ടിയാണ് ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നത്. സ്റ്റേറ്റ് കമ്മിറ്റി ഈ മാസം തന്നെ ചേരുന്നു. അല്ല, അതെല്ലാം സമ്മേളനം കഴിയാണ്ട് ആടെയൊന്നും അറിയിക്കാൻ പോകുന്നില്ല. പെരുന്നാപ്പള്ളി പ്രശ്നമൊന്നും ഇപ്പം ഞങ്ങളോട് അതൊന്നുമില്ല. അതൊക്കെ അവിടെ ഉണ്ടായ ചില വികാര പ്രകടനങ്ങൾ മാത്രമാണ്. അത് ചിലപ്പോൾ ചില ആളുകൾ എടുത്തില്ല, ചില ആളുകൾ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ. അതൊക്കെ അവിടെ പരിഹരിക്കാൻ കഴിയുന്നതാണ്. കഴിവുള്ള പ്രശ്നം. ഇപ്രാവശ്യ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഒരു സങ്കീർണമായ പ്രശ്നവും കേരളത്തിലെ പാർട്ടി അഭിമുഖീകരിച്ചില്ല. നിങ്ങൾക്ക് തന്നെ മനസ്സോടെ പറയേണ്ടി വന്ന ഒരു സത്യമാണ്. അല്ല, ഞാനത് ആദ്യം പറഞ്ഞല്ലോ, ഞങ്ങള് സ്വയം വിമർശനവും ചേർത്തുകൊണ്ടുള്ള
ഒരു പ്രക്രിയയാണ് സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യുക. സാധാരണ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് സമ്മേളനത്തിൽ ഒരു സത്യം പറഞ്ഞാൽ ഒരു പുതുക്കൽ പ്രക്രിയയാണ്, നവീകരണ പ്രക്രിയയാണ്. ആ നവീകരണ പ്രക്രിയയിൽ ആവശ്യമായ രീതിയിലുള്ള തിരുത്തലുകൾ വരുത്തിക്കൊണ്ടാണ് പാർട്ടി മുമ്പോട്ടേക്ക് പോവുക. അതിൽ ചർച്ച എന്ന് പറയുന്നതൊക്കെ സ്വയം വിമർശനം എന്നൊക്കെ പറയുന്നത് പാർട്ടിയെ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു പ്രക്രിയയുടെ ഭാഗം തന്നെയാണ്. അത് പാർട്ടി മുമ്പോട്ടേക്ക് അതേ രീതിയിൽ തന്നെ മുമ്പോട്ടേക്ക്. നവകേരള അല്ല, ഇനിയിപ്പോൾ നവകേരള രേഖ അവതരിപ്പിച്ച് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇനി നവകേരള രേഖ എത്രത്തോളമാണ് പ്രാവർത്തികമായതെന്നും ഇനി നവകേരള രേഖയുടെ ബാക്കി പത്രം എന്തൊക്കെയാണ് ഭാവിയിൽ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്. അത് ചിന്തിക്കാൻ നോക്കാം നമുക്ക്. ഞങ്ങൾ ആരെയും തല്ലുന്നതിന് യോജിക്കുന്നില്ല. ആരെയെങ്കിലും തല്ലുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കണം. അങ്ങനെ തല്ലുന്നതിനെ ഞങ്ങൾക്ക് യോജിപ്പില്ല. ആയില്ലേ? അതിന് ഇപ്പം ഞങ്ങൾ നടപ്പിലായിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നുള്ള ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. പാർട്ടിയെ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്.